അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, റബീഉൽ അവൽ 12 നബി പെറ്റ നാൾ, അണ്ടത്തെ നാൾ കുസിപ്പെട്ടതായ സന്തോലിക്കരുതായ ആഘോഷങ്ങൾ, മീലാദ് ഫെസ്റ്റും മീലാദ് റാലിയും അതുപോലത്തെ പല രീതിയിലുള്ളതും നമുക്ക് കാണുക സാധിക്കും. അങ്ങനെയുള്ള സഹോദരന്മാരൊട്ടിಗೆ മുസ്ലിമീങ്ങളൊട്ടിಗೆ കേൾക്കുള്ളത് ഒരു വിഷയത്തിക്കർ നോക്കൊരു അള്ളാഹുര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏതൊരു വിഷയം സ്വന്തം ഇഷ്ടപ്രകാരം ചൊല്ലില്ല. എന്തു ചൊല്ലുണ്ടായെങ്കും അത് ദീനുമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും അതെല്ലാം വഹീയുടെ അടിസ്ഥാനത്തിലെത്തിക്കർ. റസൂൽക്ക് ഇഷ്ടപ്പെടുന്നതുപോലെ ഒരു പൽക്ക പോലും ദീനൊരു വിഷയത്തിൽ ചൊന്നുത്തില്ല. ചൊന്നത് എല്ലാവരും അംഗീകരിക്കരുതായ ഒരു വിഷയത്തിക്കർ. ഇവിടെ നോക്കൊരു ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ, ഇസ്ലാമിൽ കൊസിപ്പെടനായ സന്തോലിക്കനായ ഇസ്ലാം ആഘോഷയിത്ത് ഈദയിത്ത് പടിപ്പാട്ടിയതായ ഒന്ന് രണ്ട് വിഷയമുണ്ട്. നോക്കൊരു അള്ളാഹുര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീനത്തേക്ക് വന്നതായ സന്ദർഭത്തിൽ അവിടെ 2 നാൾ ആൾമാരെന്താക്കിയോണ്ട് ഇന്നാറ് പ്രത്യേകമായിട്ട് കളിച്ചോണ്ടും വെച്ചോണ്ടെല്ലാം ഇന്നാറ്. ആ സന്ദർഭത്തിൽ ഇത് എന്തിരത്തിക്കിരും ചൊന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലും കേൾക്കുമ്പോൾ സ്വഹാബത്ത് ചൊല്ലുന്നത് കുന്നാനൽ അബു ഫിഹിമ അൽ ജാഹിലിയ. ഇത് ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ 2 നാൾ എന്താക്കിയോണ്ട് ഞങ്ങൾ കളിച്ചോണ്ടിന്ന് അതുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈദായിട്ട് ആഘോഷമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നാളായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിത്ത് ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമുൽ അൽഹാ വ യൗമുൽ ഫിത്ർ. ನಾನು ಎಂದಾಕರೆ ನಿಂಗೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಈ 2 ನಾൾ ಅದಕ್ಕೆ ಬದಲಾಯ್ತು. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ನಿಂಗೆ ಬೇರೊരു 2 നാൾ തണ്ട് അത് അത്യന്ത ഖൈറായ ഉത്തമമായ നാളങ്ങൈത്തിക്കറ്. അത് ഒന്ന് യൗമുൽ അൽഹ, രണ്ടാമത്തത് യൗമുൽ ഫിത്ർ അഥവാ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. അപ്പോൾ ഇസ്ലാമിൻ്റെ ആഘോഷമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു ഈദായിട്ട് അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് എന്താക്കിയിട്ട് 2 നാൾ നിശ്ചയിച്ച് തന്നത്. അത് ഒന്ന് ചെറിയ പെരുന്നാളും ಏನೊಂದು ಬೆಲಿಯ ಪೆರ್ನಾಳು ಅಲ್ಲಾಹುರ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗ ನಿಶ್ಚಯಿಸಿದೈತಿಕರು. ಏನು മൂന്നാമത്തವರು ഈദുണ്ടും മൂന്നാമത്തವರು ഈ രീതിയിലുള്ളതായ ആഘോഷ നാൾ ഉണ്ടുണ്ടായെങ്കിൽ അത് അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സൂചന തരണിത്. ആയെങ്കിൽ അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സൂചന തന്നില്ല. ഏതുപോലെ ആഷുറ നോമ്പ് വിഷയത്തിൽ അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപ്പാട്ടി തന്നത് യഹൂദിമാർ അങ്ങ് നോമ്പെടുത്തോണ്ടുള്ളാർ. ആയെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഏറ്റവും അർഹപ്പെട്ടങ്ങ അത് ആ മൂസാ നബിക്ക് മുട്ടത്തിലുള്ളതായ ആൾമാർ, ആ ആദർശത്തിലുള്ളതായ ആൾമാർ ഞങ്ങൾ എത്തിക്കുക. അതുകൊണ്ട് എന്താക്കണം, ആഷുറ നോമ്പെടുക്കണം, അതേപോലെ താസുഅ നോമ്പെടുക്കുകയും അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിത്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് നോക്കൊരു അത് ഒരു കൊസിപ്പെട്ടതായ ആഘോഷ നാളായിത്തിന്നുണ്ടായെങ്കിൽ അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി തരാന്ത്. കാരണം ಅದರ മുന്നോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ട മുന്നോലെ പെത്തനാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ അല്ലെങ്കിൽ ആ പെത്തനാൾ ആഘോഷിക്കുന്നതായ ഒരു സമ്പ്രദായം ഇന്ത് ഇല്ലേ ചൊല്ലുന്നത് നമുക്ക് ചൊല്ലുക സാധിക്കല്ല. കാരണം ചരിത്രത്തിൽ കാണുക സാധിക്കരുത്. ആറൈത്തിക്കർ അത് തുടങ്ങി വെച്ചതും ചൊന്നത്തും ആറൈത്തിക്കർ അത്തരത്തിലുള്ളതായ ആൾമാർ പെത്തുണ്ടായെങ്കിൽ അത് ആഘോഷിക്കുന്നതായ സമ്പ്രദായ ആറത് ചൊന്നത്തെല്ലാം ചരിത്രത്തിൽ കാണുക സാധിക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനെ ഇന്നത്തിന്നെങ്കിൽ ഏതെങ്കിലും ഒരു സൂചന ആ വിഷയത്തിൽ നമുക്ക് പടിപ്പാട്ടണിത്. ആയെങ്കിൽ അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പടിപ്പാട്ടി തന്നില്ല. എന്നത് മാത്രമല്ല, ഇനി ഓരോ മുസ്ലിമും ആലോചന ആക്കുക ഒരു വിഷയം ചൊല്ലുന്നത് നോക്കൊരു ചെറിയ പെരുന്നാൾക്ക് എന്തിരാക്കണം, വലിയ പെരുന്നാൾക്ക് എന്തിരാക്കണം. ചെറിയ പെരുന്നാൾക്ക് ഏത് രീതിയിലുള്ളതായ നിസ്കാരം എത്തിക്കര്, എങ്ങനെ എത്തിക്കര് നിസ്കരിക്കണായത്, എപ്പോൾ എത്തിക്കര് നിസ്കരിക്കണായത്, ഈദുൽ അള്ളാഹുടെ നിസ്കാരം എങ്ങനെ, അതേപോലെ തക്ബീർ എങ്ങനെ ആവണം, അതേപോലെ എല്ലാ വിഷയം അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൃത്യമായിട്ട് പടിപ്പാട്ടി തന്നത്. ഒരു തെരുവിൽ പോയെങ്കിൽ ബർമത്ത് ഏനൂറ് തെരുവിൽ പറഞ്ഞു. ഏത് നിസ്കാരത്തേക്ക് പോകുമ്പോഴത്തേക്ക് എത്തിക്കര് തിണ്ടിത്ത് പോകണായത്, ഏത് പെരുന്നാളുടെ നിസ്കാരത്തേക്ക് എത്തിക്കര് തിണ്ണാട്ട പോകണായത്, എങ്ങനെ എത്തിക്കണം കുളിക്കനായത്, എല്ലാ വിഷയവും ഈ 2 ആഘോഷത്തെ നാളിൽ കുസിര നാളിൽ എങ്ങനെ എത്തിക്കണം ചൊന്നത്തെല്ലാം അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൃത്യമായിട്ട് പടിപ്പാട്ടി തന്നത്. അതുകൊണ്ട് എത്തിക്കര് ആ വിഷയത്തെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ ഫോളോ ആക്കരുത്. ആ എങ്ക എവിടെയെങ്കിലും
ഒരു ഹദീസിലാ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ റബീഉൽ അവ്വൽ 12 ನಾನು ಪೆತ್ತ ನಾಳಾಯ್ತಿಕ್ಕಿರಿ ಅಂಡತ ನಾಳು ಈ ರೀತಿಯಲ್ಲೆಲ್ಲ ವಿಷಯ ಹಾಕೋಣ ಇತರ ಸ್ವಲಾತ್ ನಂಡ പേരിൽ ചൊല്ലണം ഈ രീതിയിലുള്ളതായ വിഷയമെല്ലാം ആക്കണം ചെന്നിട്ട് ഒരു സന്ദർഭത്തിൽ പോലും ഒരു പാതി ലൈന് പോലും ആ വിഷയത്തിൽ നമുക്ക് കാണുക സാധിക്കല ചെന്നത് അത് നിഷേധിക്കുക ആവാത്തതായ ഒരു സത്യത്തിക്കർ നോക്കൊരു സഹോദരന്മാരെ ഫിഖ്ഹിലെ എത്ര കിതാബുകൾ എത്തിക്കര് ഞങ്ങളെ എതിരിലുള്ളത് ഉലമാ ഫുഖഹാക്കന്മാർ എത്ര കിതാബുകൾ എത്തിക്കര് എഴുതി വെച്ചത് അതേപോലെ മുഹദ്ദിസ്മാർ ഹദീസിൽ എത്ര കിതാബ് എത്തിക്കരുള്ളത് അതിൽ എവിടെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പൽക്കമോ ഒരു പരാമർശമോ കാണുക സാധിക്കല ചൊന്നത് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നതായ ഒരു സത്യത്തിക്കൽ നോക്കൂ സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഞാൻ എങ്ങനെ നിസ്കരിക്കര അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം ഞാൻ എങ്ങനെ ഹജ്ജാക്കിയ ഖുദു അന്നി മനാസിക്കക്കും നണ്ടിൽ നിന്ന് നിങ്ങൾ ഹജ്ജിലെ കർമ്മങ്ങ ആ അതിരെ എങ്ങനെ ആക്കണം ചൊന്നിട്ടെല്ലാം നിങ്ങൾ പഠിക്കൊരു മനസ്സിലാക്കರು അതേപോലെ ഓരോ വിഷയം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടി ತಂತಿಲ್ಲ ಬೆಳ್ಳಿಯಾಸ അതുകുല്ലതായ ശ്രേഷ്ഠತೆ ಎಂದರೆ ಮಹತ್ವ ಎಂದರೆ ಅಂಡ ಆಕಣಾಯದೆಂದರೆಲ್ಲ ಎಲ್ಲಂ ಅಲ್ಲಾಹು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗ ಪಡಿಪಾಟಿರ್ ಆಯಂಗ ರಬೀഉಲ್ ಅವ್ವಲ್ 12 ನಾನು ಪೆತ್ತನಾಳೈತಿಕಿರು ಅಂಡತನಾಳ പ്രത്യേകമായിട്ടുള്ളത് ഇന്ത്യൻ്റെ വിഷയമെല്ലാം ആക്കണം ചൊന്നത്തു പടിപ്പാട്ടി തന്നിട്ടില്ല ചൊന്നത് അതൊരു യാഥാർത്ഥ്യത്തിക്കര് അതുകൊണ്ടത്തെ സഹോദരന്മാരെ നോക്കൂ ഇന്ത്യന് ഈ ഈദ് മീലാദ് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 ആകൃതായ ഇങ്ങനത്തെ ആഘോഷങ്ങമേ അത് വ്യത്യസ്തമായിത്തിക്കര് ഒരു രാജ്യത്തിൽ ഇന്ത്യത്തിലുള്ള പോലെ അല്ല വേറെ ഒരു രാജ്യത്തിൽ ആക്കറുണ്ടായി അതുള്ളത് ഇനി ഇന്ത്യത്തിലെ നോർത്തിൽ പോലെ അല്ല സൗത്തിലുള്ളത് ഇനി മൈക്കാലത്തിലെ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡത്തിലെ അല്ലെങ്കിൽ കർണാടകത്തിലെ അത് വ്യത്യസ്തമായ രൂപം എത്തിക്കര് കർണാടകത്തെ പോലെ അല്ല കേരളത്തെ ആക്കരുത് ಅದಕ್ಕೆ ಬೇರೆ ರೂಪ ಐತಿಕ್ಕರು ಬೇರೆ ಶೈಲಿ ಐತಿಕ್ಕರು ಎಂದುಕೊಂಡು ತಿಂಗನೆ കേട്ടേണ്ടായെങ്കിൽ ഒരേ ഒരു ഉത്തര അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തറാത്ത കൊണ്ട് തെറ്റിക്കര് അതേ സന്ദർഭത്തിൽ നോക്കൂ വലിയ പെരുന്നാളാവട്ടെ ചെറിയ പെരുന്നാളാവട്ടെ അത് വ്യത്യസ്തമായിട്ട് നിസ്കാരം ഐക്കാലത്തിൽ ഒരു 2 റക്കാത്ത് കേരളത്തിൽ ഒരു 3 റക്കാത്ത് അല്ലെണ്ടായെങ്കിൽ ഒരു രാജ്യത്തിൽ വേറെ രൂപ എന്നൊരു രാജ്യത്തിൽ വേറെ രൂപ ഇല്ലല്ലേ എന്തുകൊണ്ടു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പാട്ടി തന്നത് കൊണ്ട് തെറ്റിക്കര് അത് ഹദീസിലെ കിതാബിലുണ്ട് സ്വഹാബത്ത് കാട്ടി തന്നാറ് അത് ഫുഖഹാക്കന്മാർ ആ വിഷയത്തിൽ ചർച്ചയാക്കിയാറ് അതുകൊണ്ട് തെറ്റിക്കര് അത് വ്യത്യസ്തമായ രൂപവും വ്യത്യസ്തമായ ശൈലിയും ഇല്ലാണ്ട് പോയത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് കൊണ്ട് തെറ്റിക്കര് അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടാത്തത് കൊണ്ട് തെറ്റിക്കര് ആ രീതിയിലുള്ളതായ വ്യത്യസ്തമായിട്ട് അതിൻ്റെ രൂപവും ശൈലിയും ബദലാവൃതി ചൊന്നത് ആലോചനാകൃതായ ആൾമാർക്ക് ഇത് മാത്രമയ്യാവൂ സഹോദരന്മാരെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 23 വർഷ നബി ഐത്തൈപ്പിനുള്ളിൽ 23 വർഷത്തെ ജീവന എടുത്തിട്ട് നോക്കിയെങ്കിൽ ഓരോ സന്ദർഭത്തിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാക്കിയിട്ട് എങ്ങനെ കൊടുത്തു എല്ലാം നമുക്ക് കാണുക സാധിക്കരുത് അതിൽ എവിടെ പോലും ഒരു പൽക്ക പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയതാവട്ടെ റസൂലുള്ളാഹി അംഗീകരിച്ചതാവട്ടെ ആക്കുക ചൊന്നതാവട്ടെ ഒരു പൽക്ക പോലും നബിദിന ആഘോഷിക്കുക വേണ്ടിട്ട് ചൊന്നുത്തില്ല ചൊന്നത് യാഥാർത്ഥ്യത്തിക്കര് അതുകൊണ്ടു സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണായത് ദാ മുസ്ലിമീങ്ങൾക്ക് 3 പെരുന്നാളെത്തിക്കര് ചൊന്നത്തു എഴുതി വെച്ചത് കാണുക സാധിക്കര് ചില ആൾമാർ ഈദുൽ അൽഹ യൗമുൻ നഹർ പോലെ അതേപോലെ ഈദ് മീലാദ് ആഘോഷിക്കരുത് അതൊരു ഈദെത്തിക്കര് ചൊന്നത്തു എഴുതി വെച്ചത് കാണുക സാധിക്കര് റമളാന്റെ കാട്ടും ശ്രേഷ്ഠത്തെ തിക്കര് ചൊല്ലുന്ന രൂപത്തിലും അതേപോലെ ലൈലത്തുൽ ഖദറിനെ കാട്ടിയാറ ശ്രേഷ്ഠത്തെ തിക്കര് ഈദ് മീലാദ് ചൊന്നത്തെല്ലാം എഴുതി വെച്ചത് കാണുക സാധിക്കര് അങ്ങനെല്ലാം എഴുതി വെച്ച് തിക്കര സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇത് ദീനൈത്തിന്നെങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തറണിന്ത് അയങ്ക ഒരു പൽക്ക പോലും ഒരു നബിരെ ഒരു രീതിയിലുള്ളതായ ഒരു പരാമർശ പോലും ആ വിഷയത്തിൽ ഇല്ല ചൊന്നത് ഞങ്ങൾ മനസ്സിലാക്കണ ആ വിഷയത്തിക്ക് അതുകൊണ്ട് പിർസത്തെ മുസ്ലിമേ സഹോദര അബ്ബമാരെ ഉമ്മമാരെ ആലോചനാക്കറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ദീൻ പഠിപ്പാട്ടി തന്നത് ആ വഹി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതെത്തിക്കര് അതിൽ എവിടും ഈ നബി ദിന ആഘോഷിക്കുക അല്ലെങ്കിൽ അണ്ടത്തെ നാൾ പ്രത്യേകമായിട്ട് ഒരു 10 സലാത്ത് ചൊല്ലുക അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചുമത്ത ആൾമാർക്ക് തിന്നു കൊടുക്കരുതാ ഫുഡ് കൊടുക്കരുതാ പ്രത്യേകമായിട്ട് ഒന്നുപോലും പഠിപ്പാട്ടിത്തില്ലെങ്കിൽ അത് ബിദ്അത്തായിത്തിക്കര് അത് ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിത്തിക്കര് അങ്ങനത്തെ ബിദ്അത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടു തിനിക്കണം കാരണം അത് ഞങ്ങൾ എത്തുപാട്ടത് നരകത്ത് കയറ്റിക്കര് സ്വർഗത്തുക്ക് അല്ല ചൊല്ലതായ ആ ആലോചന ഞങ്ങൾക്ക് ഉണ്ടാവണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തെ മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയുമുള്ള തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.